എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വട്ടമേശ സമ്മേളനത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഭവമാണിത്. വട്ടമേശ സമ്മേളനം കാലഘട്ടം 1930 മുതൽ 32 വരെ. ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചും സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ സർവകക്ഷി സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം എന്ന് അറിയപ്പെടുന്നത്. ഇതൊരു വലിയൊരു വഴിത്തിരിവായിരുന്നു. വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ജെയിംസ് പാലസ്, ലണ്ടനാണ്. വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനാണ്. ഇനി ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 നവംബർ 12-നാണ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 89 പേരാണ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ തേജ് ബഹദൂർ സബ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന എന്നിവരാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിനെക്കുറിച്ചാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931. കോൺഗ്രസ് പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 112 പേരാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച വ്യക്തി ഗാന്ധിജി. അടുത്തത് മൂന്നാം വട്ടമേശ സമ്മേളനം. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1932. മൂന്നാം വട്ടമേശ സമ്മേളനത്തിനെത്തിയ പ്രതിനിധികളുടെ എണ്ണം 46. പിന്തുണച്ച പാർട്ടി ലേബർ പാർട്ടിയാണ്. ഏതൊരു പരീക്ഷ എടുത്താലും ഉറപ്പായി വരാൻ പോകുന്ന ഏരിയയാണ് വട്ടമേശ സമ്മേളനങ്ങൾ. അപ്പോൾ ഈ ചുരുങ്ങിയ ക്ലാസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ഷുവറായി കിട്ടും, ഉറപ്പായിട്ട് കിട്ടും 1 മാർക്ക്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തവരെ പറ്റിയിട്ടാണ്. പ്രതിനിധീകരിച്ച വിഭാഗം, പ്രദേശം, പിന്നെ പ്രതിനിധികളും. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ലേബർ പാർട്ടി തേജ് ബഹദൂർ സബ്രു. ലേബർ പാർട്ടി തേജ് ബഹദൂർ സബ്രു. ഹിന്ദു MR ജയാങ്കർ. ഹിന്ദു MR ജയാങ്കർ. അധസ്ഥിത വിഭാഗം ഡോക്ടർ VR അംബേദ്കർ. അധസ്ഥിത വിഭാഗം ഡോക്ടർ BR അംബേദ്കർ. വനിതാ വിഭാഗം BM ജഹാനാര ഷാനവാസ്. പാഴ്സി കോവാസ് G ജഹാംഗീർ. ആംഗ്ലോ ഇന്ത്യൻസ് ഹെൻറി ഗിട്ടിനി. ജസ്റ്റിസ് പാർട്ടി ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ. മുസ്ലിം ലീഗ് അഗഖാൻ. യൂറോപ്യൻ ഹെർബർട്ട് കാർ. ബറോഡ VD കൃഷ്ണമാചാരി. മൈസൂർ സർ മിർസ ഇസ്മായിൽ. ഹൈദരാബാദ് അക്ബർ ഹൈദരി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വളരെ കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഒക്കെ തയ്യാറാവുന്നത്. മൈക്ക് പോലും ഇല്ലാതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അതിൻ്റെ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്. എന്തായാലും